പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ടെൻ്റൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഓഫ് റോഡായിരുന്നു, അത് കാരണം വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ ടെൻ്റൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ്. അപ്പം നല്ല തണുപ്പാണ് കേട്ടോ ഇന്ന്. അപ്പം വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസൊക്കെ എടുത്തുകൊണ്ട് വരിക. എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ വഴിക്ക് തന്നെ ഒരു 5 മണിക്ക് തന്നെ 5 മണിയായപ്പോൾ തന്നെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇനി ഞാൻ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഉറങ്ങാനുള്ള പരിപാടി നോക്കാം. അപ്പം ഇന്ന് നമ്മൾ ഗ്യാസിലല്ല കുക്ക് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഇവിടെ ചെറിയൊരു ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്. അവിടെ നമുക്ക് തീയൊക്കെ വെച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. എനിക്കെന്തായാലും ഇവിടെ അടുപ്പ് കൂട്ടുന്നതായിട്ടൊന്നും വന്നില്ല. ഇവിടെ ഓൾറെഡി ആരൊക്കെയോ വന്നിട്ട് ഇവിടെ ഫയർ ക്യാമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൂടുതൽ വിറക് കൂട്ടിയിട്ട് കത്തിച്ച പോലുണ്ട് കേട്ടോ. ഒരുപാട് കനലുണ്ട് ഇവിടെ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ആവശ്യത്തിന് വിറകുമായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവുമായിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ ഇട്ട് കത്തിച്ചു. അപ്പം ഇതിന് താഴോട്ട് കനലായ കാരണം അത് മൊത്തത്തിൽ കനലിനൊക്കെ തീ പിടിച്ച് നല്ല രീതിയിൽ കത്തിക്കോളും. ഇനി എന്തായാലും നമുക്ക് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരു സവോള കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പച്ചക്കറികളൊക്കെ കൊണ്ടുവരാവുന്നതാണ്. ഞാനൊരു സവോള മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൈസ് ഐറ്റമാണ് ഉണ്ടാക്കി കഴിച്ചത്. കണ്ടോ, നമ്മുടെ തീ ഇപ്പം നല്ല മൊത്തത്തിൽ ആളി കത്താൻ തുടങ്ങിയിട്ടുണ്ട്. തീ കത്തി കുറച്ച് കഴിയുമ്പോഴേക്കും കനലൊക്കെ ആയതിനു ശേഷം വേണം നമ്മൾ കുക്കിംഗ് ആരംഭിക്കാനായിട്ട്, അല്ലെങ്കിൽ വല്ലാത്ത പുകയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ തീ കത്തി കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ചൂടുണ്ടായിരിക്കും കനലിന്. അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം പെട്ടെന്നായി കിട്ടും. പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. പഠിച്ചിരിക്കുക എന്ന് വെച്ചാൽ അതെന്താണ്, എങ്ങനെയാണ്, പ്രത്യേകിച്ച് നൈറ്റൊക്കെ ക്യാമ്പ് ചെയ്യുമ്പോൾ സ്ഥലം എങ്ങനെയുണ്ട്, അവിടെ എത്തിപ്പെടാൻ എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ, റോഡ് എങ്ങനെയുണ്ട്, എല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകുവാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പോയ യാത്ര ചിലപ്പം എന്തിനാ പോയേ എന്നൊരു വിചാരം പിന്നീടുണ്ടാവും, ആകെ പെട്ടുപോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പം നമുക്കിനി ഇവിടെ നൂഡിൽസ് പൊട്ടിച്ചിടാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇപ്പം നമ്മൾ പോകുമ്പം മരുഭൂമിയിലോട്ട് പോകുമ്പം ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് പറയുക ഞാൻ പെട്ടു ഗൈസ് എന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ മരുഭൂമിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമായ വെള്ളം നമ്മൾ കൊണ്ടുപോയിരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പം നൂഡിൽസ് അങ്ങ് പൊട്ടിച്ചിട്ടാൽ മതി. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു തവയാണ് കേട്ടോ. എൻ്റെ പുതിയത് ഞാൻ കൊണ്ടുവന്നില്ല, ഇത് വീട്ടിൽ ഇതിൻ്റെ പിടി പൊട്ടിപ്പോയി ഒരെണ്ണം. അപ്പം ഇതിന് ഏകദേശം 1000-ന് മുകളിൽ പൈസയുണ്ട്. അപ്പം ഇതിൻ്റെ പിടി അങ്ങ് പൊട്ടിപ്പോയി. അപ്പം ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചത് പിടി ഊരാവുന്ന ടൈപ്പാണ്. അതിന് ഏകദേശം 300 രൂപയേ ഉള്ളൂ. അത് ഇതിലും ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഏതോ ബ്രാൻഡ്, ഭയങ്കര ബ്രാൻഡാണെന്നൊക്കെയാണ് പറയുന്നത്. നോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രാൻഡാണ്. അപ്പം സംഭവങ്ങളൊക്കെ വാങ്ങുമ്പം നിങ്ങൾ സൂക്ഷിച്ച് വാങ്ങുക, പ്രത്യേകിച്ച് ഇതിൻ്റെ പിടിയൊക്കെ. ഞാനെന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. നമുക്ക് ഇതിൻ്റെ വേസ്റ്റായിട്ട് വന്ന പ്ലാസ്റ്റിക് ഇവിടിട്ട് കത്തിക്കുകയും കൂടി ചെയ്യാം. കുറച്ച് പ്ലാസ്റ്റിക് കത്തിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം തുടക്കത്തിൽ കുറച്ച് നമ്മൾ കനലിനൊക്കെ തീ പിടിച്ച് വരാൻ കുറച്ച് താമസമായിരിക്കും. അതൊന്ന് നല്ല ഒന്ന് ചൂടായി കിട്ടുവാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പിംഗ് സെറ്റപ്പ്. മൊത്തം ഇരുട്ടാണ്. താഴോട്ടൊക്കെ നോക്കിക്കഴിയുകയാണെങ്കിൽ കുറേ വീടുകളും ലൈറ്റുകളൊക്കെ ഉണ്ട്, പള്ളികളൊക്കെ ഉണ്ട് താഴെ. പക്ഷേ നമ്മുടെ ക്യാമറയിൽ അതൊന്നും കാണുന്നില്ല. ഇപ്പം നമ്മുടെ സംഭവമൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും കനലും സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയുമായിരുന്നെങ്കിൽ നമുക്ക് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ചുട്ടടിക്കായിരുന്നു. ഇനിയൊരു വീഡിയോയിൽ നമുക്ക് ആ പരിപാടിയൊക്കെ നോക്കാം. അപ്പം കുറച്ചും കൂടി വേകാനുണ്ട്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്.
കുറച്ച് വേകണ്ടതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനും നല്ലൊരു രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം തന്നെയൊക്കെ പോവുകയാണെങ്കിൽ, തന്നെ പോകുന്നത് നമ്മൾ വിവരക്കേടാന്ന് ആരും വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പോകുമ്പം നമ്മളെ എന്താണ് പറയുന്നത്, ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളായിരിക്കും. അതായത് നമ്മൾക്ക് വഴിയിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തന്നെ പോകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നമുക്ക് സേഫ്റ്റി ആയിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിരിക്കണം. ആ കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് പെപ്പറൊക്കെ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പത്ത് പെപ്പറൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതേപോലെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ തന്നെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് പറ്റിയ സമയമാണ്. ആരും എവിടെയും ഒരു പ്രശ്നമാക്കത്തില്ല. നമ്മൾ ഒരുപാട് കൂട്ടമൊക്കെ ആയിട്ട് പോകുമ്പോൾ ആൾക്കാർ പ്രശ്നമാക്കും. അതേപോലെ തന്നെ ഞാൻ മിക്കപ്പോഴും തന്നെയാണ് പോകുന്നത്. തന്നെ പോകുമ്പോൾ ആൾക്കാരുടെ ചോദ്യം എന്തെന്ന് വെച്ചാൽ തന്നെയോ ഉള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ നല്ലൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം ഞാനൊരു ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ചിട്ട് അങ്ങ് മാറുന്ന സമയത്തിന് പുള്ളി മെല്ലെ അടക്കം പറയുകയാണ്, ഇതിലെ തന്നെയൊന്നും ആരും വരാറില്ല. ഞാനെന്തായാലും ഒരു വഴിക്ക് പോകുകയാണെങ്കിൽ വണ്ടിക്ക് പണിയാനുള്ള ടൂൾസുകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി വണ്ടിയുടെ പണിയും കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാവുന്നതാണ് നിങ്ങൾക്ക്. നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ കുറച്ച് പണി പഠിച്ചിരിക്കുന്നതൊക്കെ നല്ലതാണ്. അത് എപ്പോഴാണ് ഉപകാരപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഒന്നാം തരം എഗ്ഗ് നൂഡിൽസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിനി അത് വേറെ പ്ലേറ്റിലോട്ടൊന്നും മാറ്റുന്നില്ല. നമ്മൾക്ക് ആ പാനിൽ തന്നെ വെച്ച് കഴിക്കാം. പ്ലേറ്റിലോട്ട് മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ ചൂടൊക്കെ പോകും. നമ്മൾക്ക് എന്തായാലും ഇനി പെട്ടെന്നൊന്ന് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഉറങ്ങാനുള്ള പരിപാടികളൊക്കെ നോക്കാം. നമ്മുടെ തീ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല കനലുണ്ടായിരുന്നു. നമ്മൾക്ക് ഇനി തീ കത്തിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം കനലിൻ്റെ ചൂട് കാരണം നമ്മുടെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും കഴിക്കാൻ വേണ്ടി നോക്കാം. ഞാൻ എന്തായാലും ഒരു കല്ലിൻ്റെ മുഖത്ത് കയറ്റി വെച്ച് നമുക്ക് ഇനി കുനിഞ്ഞിരുന്ന് കഴിക്കാൻ വയ്യ. ഇത് കയ്യിലും പിടിക്കാൻ വയ്യ, നല്ല ചൂടാണ്. അതുകൊണ്ട് ഒരു കല്ല് വെച്ച് നമുക്ക് നിന്ന് കഴിക്കാം. ഭക്ഷണമൊക്കെ നിന്ന് കഴിക്കുന്ന കേട്ടോ കുറച്ചും കൂടി നല്ല. കർണാടകയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഒരിടത്തും കാണത്തില്ല. അവിടെ ഭക്ഷണമൊക്കെ ഞാൻ വ്യത്യാസം കണ്ടത് കേട്ടോ. ഭക്ഷണമൊക്കെ നിന്ന് കഴിക്കും. തുണി മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇരുന്ന് തുണി മേടിക്കും. നല്ല രസമായിട്ടുണ്ട്. ഒരു തുണിക്കട കയറിയപ്പം അവിടെ ഒന്നുമില്ല. നേരത്തെ എല്ലാവരും നമ്മൾ ഇരുന്നിട്ടാണ് തുണി മേടിക്കുന്നത്. അപ്പം എന്തായാലും അടിപൊളി. ഇതുണ്ടോ, നമ്മൾ മുട്ട അങ്ങനെ ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ കേട്ടോ ഒരു സുഖമില്ല. ഇതുണ്ട്, ഇതിപ്പോൾ മുട്ട പീസായിട്ട് ഇതിനകത്തൂടെ ഇങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്നും കപ്പറത്തില്ല. അതായത് ചിക്കൻ തന്നെ ഇതിനകത്തുണ്ടോ, മുട്ട തന്നെയായിട്ട് ഇതിനകത്ത് കിടക്കും. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളെ കനലിന് നല്ല ചൂടാണ് കേട്ടോ. ഇനി കുറച്ച് സമയം നമ്മൾക്ക് ഒരു പാട്ടൊക്കെ പാടി തീയൊക്കെ കാഞ്ഞ് ഇവിടെയൊക്കെ വന്ന് പെട്ടെന്ന് കിടന്നുറങ്ങിയിട്ട് തന്നെ കാര്യം. ഒരു 2-3 മണിക്കൂർ താഴോട്ട് നോക്കി മുകളിലോട്ടൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ മുമ്പശം ചൂടായിട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് പുറവശം തണുക്കും. പുറവശം നമ്മളൊന്ന് ചൂടാക്കി വരുമ്പം മുമ്പശം തണുക്കും. ഇന്നെന്തായാലും നല്ല തണുപ്പാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ വണ്ടിക്ക് വന്നപ്പം ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടാണ് വന്നത്. അപ്പം എന്തായാലും കൊള്ളാം. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മുകളിലോട്ടൊക്കെ നോക്കിയിരിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല രസമുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് ഓടിക്കളിക്കുന്നത്. ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ചെറിയ നക്ഷത്രങ്ങളൊക്കെ ഓടുന്നുണ്ടാവും. ഇന്ന് നിലാവ് തീരെ കുറവാണ് കേട്ടോ. ഞാൻ ഇതുവരെ ടെൻറ്റ് ചെയ്യുമ്പോൾ നിലാവുള്ള രാത്രികളാണ് സെലക്ട് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കൂടി. അപ്പം നല്ല ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. ഞാൻ കുറേ സമയം തീ കാഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി തണുപ്പ് കൂടി വരുന്നുണ്ട്. നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പം ഇനി സംഭവങ്ങളൊക്കെ എല്ലാം നമ്മൾ കഴിച്ചതും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കെല്ലാം ടെൻറ്റിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ തീ മൊത്തമായിട്ട് കെടുത്തിയിരിക്കണം. ഏതെങ്കിലും തരത്തിൽ വെള്ളങ്ങളൊക്കെ ഉപയോഗിച്ച് വെള്ളം ഉണ്ടായിരിക്കണം കയ്യിൽ. അപ്പം അഥവാ ഈ തീയൊക്കെ നോക്കി ഈ ചുറ്റുമൊക്കെ തെരുവപ്പുല്ലാണ്. അപ്പം അതിനകത്തോട്ടൊക്കെ തീ പടരുവാണെങ്കിൽ മല മൊത്തം കത്തും, നമ്മളകത്താകും.
അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ തീ പൂർണ്ണമായിട്ട് കെടുത്തിയിട്ട് വേണം ഉറങ്ങുവാനായിട്ടും, അതേപോലെ തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മൊത്തമായിട്ട് കെടുത്തിയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ടെൻറ്റിൻ്റെ അകത്തോട്ടെല്ലാം സെറ്റ് ചെയ്യാം. ഞാൻ വെള്ളമെല്ലാം ഒഴിച്ച് തീ നല്ല രീതിയിൽ കെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടെൻറ്റിൻ്റെ അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം ടെൻറ്റിൻ്റെ അകത്ത് മൂവ് ചെയ്തു. ലൈറ്റ് എല്ലാ സാധനങ്ങളും, ഇനി പുറത്തൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകുന്നാലും ഒരുപാട് സാധനങ്ങൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും വിചാരിക്കുന്നത് ഇന്ന സാധനം കൊണ്ടുപോകണമെന്ന്. അപ്പം നിങ്ങൾ ഈ ചാനലിൽ ഓരോ വീഡിയോസുകളും കണ്ടുവച്ചാൽ മതി. അപ്പം മുട്ട കൊണ്ടുപോകാനാണെങ്കിൽ തന്നെ ഞാൻ മുട്ടയുടെ ചെറിയ കണ്ടെയ്നറുണ്ട്, അതൊക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോളുക. അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡൊക്കെ ചാടി ബൈക്കിനൊക്കെ വരുമ്പോഴേക്കും മുട്ടയൊക്കെ പീസായി പോകും. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചപ്പൽസ്, നമ്മുടെ ചെരുപ്പുകൾ നമ്മൾ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പുറത്തൊന്നും വെച്ചാൽ, പുറത്ത് വെക്കാൻ ടെൻറ്റിന് ഒരു ചെറിയ സ്ഥലമുണ്ട്, അതിനകത്ത് വെച്ചാൽ രാവിലെ അവിടെ കാണണമെന്നില്ല. പിന്നെ ഞാനിവിടെ കണ്ടത്, ഇവിടെ ഈ മലയിൽ ഇവിടെ ഒരുപാട് എലികൾ, ടെൻറ്റിനും ചുറ്റും എലികൾ ഓടിക്കളിക്കുകയാണ്. ഈ തെരുവപ്പുല്ലിനകത്ത് എന്തിനാണ് എലികളെന്നറിയില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ മലയിലും തെരുവപ്പുല്ലുണ്ടായിരുന്നു, പക്ഷേ അവിടെയൊന്നും എലികളുണ്ടായിരുന്നില്ല. എലികളുണ്ടാകുമെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം, തീർച്ചയായും പാമ്പും ഉണ്ടാകും. അപ്പം ചെരുപ്പ് വയ്ക്കാനുള്ള പ്ലാസ്റ്റിക് കവറ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സാധനം കൊണ്ടുപോകാണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഒരാൾ നടക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സുണ്ട്, അതേപോലെ തന്നെ പവർ, ലൈറ്റ്, ഇങ്ങനെ വേണ്ട പ്ലേറ്റ്, ഗ്യാസ് എല്ലാം കൂടി. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം അത് ഞാൻ ഇതിനകത്ത്, നമ്മളത് ഇവിടെ കഴുകാനൊന്നും പറ്റത്തില്ല, നമുക്ക് വെള്ളമൊക്കെ ഒരുപാട് ചിലവ് വരും. അപ്പം ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെട്ടിയിട്ട് ഞാനൊരു ചെറിയ കവറാക്കി ഇതിനകത്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ പേപ്പർ, അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരിക. ടിഷ്യൂ പേപ്പർ എല്ലാം ആവശ്യം വരും, രാവിലത്തെ കാര്യങ്ങൾക്കൊക്കെ ആവശ്യം വരും. അപ്പം എല്ലാത്തിനും വെള്ളം എന്ന് പറയുന്നത് മിനിമം ഒരു 2 ലിറ്ററെങ്കിലും വേണം ഒരാൾക്ക്. അപ്പം അതൊക്കെ അനുസരിച്ച് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, മെഗാ സീരിയലും അതേപോലെ തന്നെ ഈ സ്റ്റേജ് പ്രോഗ്രാം തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. നമ്മൾ TV ഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരാൾ കാട്ടിക്കൂടെ പോകുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു വെള്ളത്തിൻ്റെ കുപ്പി, പിന്നെ ഒരു കോഴി അവിടെ നിൽക്കുന്നു, അതിനെ പിടിച്ച് കഴിക്കുന്നു. നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കാണത്തില്ല കേട്ടോ. ഒരു ഓന്തിരെങ്ങാനും അവിടെ എങ്ങാനും കണ്ടാൽ പിന്നെ നമ്മളെ കാണുമ്പോഴേക്കും അത് ഓടിക്കളയും. അത് കാരണം നമ്മൾ പോകുമ്പം ഒരു വെടിക്കുള്ള സാധനം, ആ വെടിക്കുള്ള പക്ഷിയും തോക്കും എല്ലാം നമ്മൾ കൊണ്ടുപോകണം. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും കണ്ടിരുന്നിരിക്കില്ല. നമ്മൾ കൊണ്ടുപോയ പക്ഷി വെടിവെച്ച് ചുട്ടിട്ട് അവിടെ നിന്ന് കഴിക്കാം. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. പോകുന്ന വഴിക്ക് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. മറ്റുള്ളവർ കാണിക്കുന്ന പോലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം ഭയാനകമായിരിക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വെള്ളം, ഇലക്ട്രിസിറ്റി തീർച്ചയായും കൊണ്ടുപോകണം. ഫുഡ് ഇപ്പോൾ ഒരു നേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ കരുതിയിരിക്കണം. അതേപോലെ തന്നെ വേറെ എന്താണ് പറയാനുള്ളത്, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ എണീച്ചു. രാവിലെ എന്തായാലും പുറത്തുനിന്ന് കാട്ടുകോഴി കാറുന്ന ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. കാറുമല്ല, കൂവുന്ന ഒച്ച. അപ്പം ഞാൻ എണീച്ചോടി ഒരു കാപ്പിയും വെച്ചു. അപ്പം കുക്കിങ്ങൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ചെറിയ സ്റ്റൗ ഉണ്ടല്ലോ, അത് വളരെ ഡേഞ്ചറാണ്. അതിൻ്റെ ഗ്യാസും അതിൻ്റെ റിപ്പയർ സർവീസ്, ആ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കൂടി കാണുക. അതിന് യാതൊരുവിധ സർട്ടിഫിക്കേഷനും ഇല്ലാത്ത ഒരു സംഭവമാണത്. അപ്പം അത് ഉപയോഗിക്കുമ്പോഴും അതിൻ്റേതായ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് ഉപയോഗിക്കുക. ടെൻറ്റിൻ്റെ പരിസരത്തൊന്നും വെക്കരുത്, കുറച്ച് ദൂരെ മാറ്റി വയ്ക്കുക. അപ്പം രാവിലെ തന്നെ നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട്, ചെറുങ്ങനെ ലൈറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ പുറത്ത്, നമുക്ക് പുറത്തോട്ടങ്ങനെ ഇറങ്ങി നോക്കാം. പിന്നെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് കുപ്പി ഗ്ലാസ്സാണ്. നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് തന്നെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അത് കാരണം ഞാൻ ഇതിൻ്റെ അകത്താണ് ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ നടക്കുന്നത്. അപ്പം ഇതിനേക്കാളും ചെറിയൊരു ഗ്ലാസ് ആയിരിക്കണം ഇത്. ഇതൊരു പേപ്പറിലൊക്കെ ചുറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് കൊണ്ട് നടന്നാൽ മതി. അത് ഇതിനകത്ത് ഭദ്രമായിട്ട് ഇരുന്നോളും. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്യണം, നമുക്ക് പുറത്തോട്ടിറങ്ങാം.
ഇപ്പം ഏകദേശം 7 മണിയാകുന്നു. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. പിന്നെ സൂര്യോദയം ഒന്നും കാണാൻ നിൽക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ലേറ്റാകും. കിഴക്ക് ഭാഗത്ത് കണ്ടോ ഒരുപാട് മൂടലൊക്കെ ഉണ്ട്. അപ്പം അത് ഇനിയും ലേറ്റാകും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടുന്ന് പോകണം. തീയെല്ലാം കൃത്യമായിട്ട് അണച്ചിരിക്കണം കേട്ടോ. അപ്പം നമുക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ഗുഡ് ബൈ.